Hello dear code learners, welcome to my YouTube channel Code Learner. ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് നെസ്റ്റഡ് ക്ലാസിൻ്റെ കൺസെപ്റ്റാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അതുപോലെ തന്നെ ആ വീഡിയോയിൽ തന്നെ നമ്മൾ കമാൻഡ് ലൈൻ ആർഗ്യുമെൻറ്റും വേരിയബിൾ ലെങ്ത് ആർഗ്യുമെൻറ്റ് എന്താണെന്നുള്ളതും അതിൻ്റെ എക്സാമ്പിൾ പ്രോഗ്രാംസും നമ്മൾ ഡിസ്കസ് ചെയ്തു. ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ജാവ പ്രോഗ്രാമിങ്ങിൻ്റെ അല്ലെങ്കിൽ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിങ്ങിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കൺസെപ്റ്റാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതായത് ഇൻഹെറിറ്റൻസ് എന്ന് പറയും. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൺസെപ്റ്റാണ് ഇൻഹെറിറ്റൻസ്. ഇൻഹെറിറ്റൻസ് എന്ന് പറഞ്ഞാൽ പാരൻറ്റിൻ്റെ പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ ആട്രിബ്യൂട്ട്സ് ചൈൽഡിന് ഓട്ടോമാറ്റിക്കായിട്ട് അക്വയർ ചെയ്യുന്ന മെത്തേഡാണ് ഇൻഹെറിറ്റൻസ്. നിങ്ങൾ ബയോളജിയിലൊക്കെ പഠിച്ച പോലെ തന്നെ. അപ്പോൾ ഇതിനകത്ത് ഇൻഹെറിറ്റൻസ് നമുക്ക് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, അതായത് ഒരു ബേസ് ക്ലാസ് അല്ലെങ്കിൽ പാരൻറ്റ് ക്ലാസ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്നൊരു സബ് ക്ലാസ് ഫോം ചെയ്യുമ്പോൾ എന്തെല്ലാം പ്രോപ്പർട്ടീസ് ഓട്ടോമാറ്റിക്കായിട്ട് സബ് ക്ലാസ്സിനകത്തോട്ട് അല്ലെങ്കിൽ സബ് ക്ലാസ്സിൻ്റെ ഒബ്ജക്റ്റിനകത്തോട്ട് കിട്ടും എന്നുള്ളത് നമ്മൾ എങ്ങനെയെന്നുള്ളത് പ്രോഗ്രാം ചെയ്തിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ ഈ ഒരു വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് സൂപ്പർ ക്ലാസ് എന്താണെന്നുള്ളത് ഡിസ്കസ് ചെയ്യും. സൂപ്പർ ക്ലാസ് എന്ന് പറഞ്ഞാൽ പാരൻറ്റ് ക്ലാസ് അല്ലെങ്കിൽ ബേസ് ക്ലാസ്, ദെൻ അതിൽ നിന്നൊരു സബ് ക്ലാസ് എങ്ങനെ ഫോം ചെയ്യുന്നുള്ളത് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ദെൻ സൂപ്പർ എന്നുള്ളൊരു കീവേഡ് ഉണ്ട് ഇതിനകത്ത്. സൂപ്പർ എന്നുള്ള കീവേഡും അത് ഫംഗ്ഷനായിട്ടും യൂസ് ചെയ്യാം. അത് അതിൻ്റെ എക്സാമ്പിൾസ് ആയിട്ട് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ദെൻ ഫൈനലി വി വിൽ ബി എക്സ്പ്ലെയിനിങ് വൺ ഇമ്പോർട്ടൻറ്റ് എക്സാമ്പിൾ പ്രോഗ്രാം, അതായത് ഇൻഹെറിറ്റൻസ് കൺസെപ്റ്റ് യൂസ് ചെയ്തിട്ട് എങ്ങനെ ഒരു ചൈൽഡ് അല്ലെങ്കിൽ ഒരു ചൈൽഡ് ഓബ്ജക്റ്റ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ചൈൽഡ് ക്ലാസ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, അതിൻ്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് എങ്ങനെ ബേസ് ക്ലാസിൻ്റെ മെത്തേഡ്സ് എങ്ങനെ കോൾ ചെയ്യാം എന്നുള്ളതൊക്കെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും. അപ്പോൾ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് സ്ലൈഡിനകത്തോട്ട് കടക്കുന്നതിന് മുമ്പായിട്ട് ഈ ഒരു ഡയഗ്രാം നോക്കുക. ഇതിനകത്ത് നമുക്ക് 3 ക്ലാസ്സാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഒരു ക്ലാസ്സിനെ സാധാരണ ഒരു ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് റെപ്രസെൻറ്റേഷനിൽ ഇങ്ങനെയാണ് കാണിക്കുക. അതായത് ഒരു ക്ലാസ് എന്ന് പറഞ്ഞാൽ ഒരു റെക്റ്റാങ്കിൾ ബോക്സ് ആണ്. ഇതിനകത്ത് 3 കമ്പാർട്ട്മെൻറ്റ്സ് ആണ് മെയിനായിട്ടും വരിക. അതായത് ഇതൊരു UML ഡയഗ്രാണ്. UML എന്ന് പറഞ്ഞാൽ യൂണിഫൈഡ് മോഡലിംഗ് ലാംഗ്വേജ് ഡയഗ്രാം എന്ന് പറയും. അതിനകത്തുള്ള ഒരു ഡയഗ്രാണ് ക്ലാസ് ഡയഗ്രാം. അറൗണ്ട് 14 ഡയഗ്രാംസ് ഉണ്ട്. ടൈം സീക്വൻസ് ഡയഗ്രാം, ഒബ്ജക്റ്റ് ഡയഗ്രാം, ക്ലാസ് ഡയഗ്രാം, അങ്ങനെ ഒരു 14 ഡയഗ്രാംസ് വരുന്നുണ്ട്. അതിലൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡയഗ്രാമാണ് ക്ലാസ് ഡയഗ്രാം. അപ്പോൾ ഈ കാണിച്ചിട്ടുള്ളത് ക്ലാസ് ഡയഗ്രത്തിൻ്റെ ഒരു എക്സാമ്പിളാണ്. അപ്പോൾ ഇവിടെ ഒരു ക്ലാസ് ഡയഗ്രത്തിൽ ഒരു ക്ലാസ്സിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ ഒരു റെക്റ്റാങ്കിൾ ബോക്സ് ആണ് യൂസ് ചെയ്യുക. അതിനകത്ത് 3 കമ്പാർട്ട്മെൻറ്റ്സ് ആണ് വരിക. അതിൽ ഫസ്റ്റ് കമ്പാർട്ട്മെൻറ്റിൽ നിങ്ങൾ ക്ലാസ്സിൻ്റെ പേര് എഴുതും. സോ ഹിയർ ദ ക്ലാസ് നെയിം ഈസ് പേഴ്സൺ. സെക്കൻഡ് കമ്പാർട്ട്മെൻറ്റിൽ ആ ക്ലാസ്സിനകത്ത്, അതായത് ആ ക്ലാസ്സിൻ്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒബ്ജക്റ്റിന് ഉണ്ടാകേണ്ട പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ ആട്രിബ്യൂട്ട്സ് ആണ് നിങ്ങൾ സെക്കൻഡ് കമ്പാർട്ട്മെൻറ്റിൽ എഴുതുക. ഫോർ എക്സാമ്പിൾ പേഴ്സൺ എന്നുള്ളൊരു ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ പേഴ്സണൽ ഒബ്ജക്റ്റിന് നെയിം, ഏജ്, സൈസ്, ദെൻ ഹെയർ കളർ, ഇത്രയും കാര്യങ്ങൾ നമ്മൾ ആട്രിബ്യൂട്ട്സ് ആയിട്ട് പ്രോഗ്രാം ചെയ്യുമ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ അതിന് മുമ്പായിട്ടൊരു പ്ലസ് സിമ്പിളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് അതിൻ്റെ ആക്സസ് സ്പെസിഫയർ ആണ്. ദെൻ അതുപോലെ തന്നെ മൂന്നാമത്തെ കമ്പാർട്ട്മെൻറ്റിൽ ഉണ്ടായിരിക്കുക അതിൻ്റെ മെത്തേഡ്സ് ആണ് അല്ലെങ്കിൽ ബിഹേവിയർ ആണ്. നമ്മൾ ഫസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ് ആട്രിബ്യൂട്ടും എന്താണ് ബിഹേവിയർ എന്നൊക്കെ. അപ്പോൾ ഇവിടെ ഒരു ഒബ്ജക്റ്റിൻ്റെ ബിഹേവിയറിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ നമ്മൾ മെത്തേഡ് അല്ലെങ്കിൽ ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ടാണ് അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പേഴ്സൺ എന്നുള്ള ഒബ്ജക്റ്റിന് വാക്ക് എന്നുള്ള ഒരു മെത്തേഡ് ഉണ്ട്. അതുപോലെ ഈറ്റ്, സ്പീക്ക്. അതായത് നോർമലി ഒരു പേഴ്സൺ ഒബ്ജക്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണോ അതൊക്കെ നിങ്ങൾ മെത്തേഡ് ആക്കിയിട്ട് ഇവിടെ പ്രോഗ്രാമിനകത്ത് ഇംപ്ലിമെൻറ്റ് ചെയ്യും. അപ്പോൾ ഇവിടെ ഒരു ബേസ് ക്ലാസ്, ഇതിനെ ബേസ് ക്ലാസ് എന്നാണ് പറയുക. ഈ ബേസ് ക്ലാസ്സിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, സബ് ക്ലാസ്സസ് ഫോം ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ നമ്മൾ 2 സബ് ക്ലാസ് ആണ് ഫോം ചെയ്തിട്ടുള്ളത്, സ്റ്റുഡൻറ്റ്, ടീച്ചർ. നിങ്ങൾക്കറിയാം സ്റ്റുഡൻറ്റ് എന്നുള്ളത് ഒരു ടൈപ്പ് ഓഫ് പേഴ്സൺ ആണ്, അതുപോലെ ടീച്ചർ എന്നുള്ളതും ഒരു ടൈപ്പ് ഓഫ് പേഴ്സൺ ആണ്. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഈ സ്റ്റുഡൻറ്റിൻ്റെ ഒരു ഒബ്ജക്റ്റ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പേഴ്സണകത്ത് എന്തെല്ലാം ആട്രിബ്യൂട്ട്സും ബിഹേവിയറും നിങ്ങൾ എഴുതിയിട്ടുണ്ടോ അതെല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് സ്റ്റുഡൻറ്റിന് കിട്ടും. അഡീഷണലി നിങ്ങൾ എന്തെല്ലാം പ്രോപ്പർട്ടീസും ബിഹേവിയറും ഇതിനകത്ത് എഴുതുന്നോ അതെല്ലാം സ്റ്റുഡൻറ്റിന് കിട്ടും. അപ്പോൾ ഇൻ എഫക്റ്റ് ഈ സ്റ്റുഡൻറ്റ് എന്നുള്ള ഒബ്ജക്റ്റിന് നെയിം ഉണ്ടായിരിക്കും, ഏജ് ഉണ്ടായിരിക്കും, സൈസ് ഉണ്ടായിരിക്കും, ഹെയർ കളർ ഉണ്ടായിരിക്കും, വാക്ക് എന്നുള്ള മെത്തേഡ് ഉണ്ടായിരിക്കും, ഈറ്റ് എന്നുള്ള മെത്തേഡ് ഉണ്ട്, സ്പീക്ക് എന്നുള്ള മെത്തേഡ് ഉണ്ട്, അതുപോലെ സ്റ്റഡി എന്നുള്ള മെത്തേഡ് ഉണ്ട്. ഇനി അതുപോലെ തന്നെ നിങ്ങൾ പേഴ്സൺ എന്നുള്ള ഒരു ക്ലാസ്സിൻ്റെ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പേഴ്സൺ ഇതിനകത്ത് ഡിഫൈൻ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ സബ് ക്ലാസ്സിനകത്ത് ഡിഫൈൻ ചെയ്തിട്ടുള്ള പ്രോപ്പർട്ടീസ് ഒന്നും കിട്ടില്ല. നേരെ താഴോട്ടാണ് ഇൻഹെറിറ്റ് ചെയ്ത് പോവുക. അപ്പോൾ നിങ്ങൾ ക്ലാസ് ഡയഗ്രാം ഡ്രോ ചെയ്യുമ്പോൾ അതിൻ്റെ ആരോ ഇങ്ങനെയാണ് ഡ്രോ ചെയ്യേണ്ടത്, അപ്പ് ആരോ ആയിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുക. ഓക്കെ, ഇതുപോലെ തന്നെ ടീച്ചർ എന്നുള്ള ക്ലാസ് ഉണ്ട്, സബ് ക്ലാസ് ഉണ്ട്. ഈ ക്ലാസ് ഫോം ചെയ്തിട്ടുള്ളത് പേഴ്സൺ എന്നുള്ള ക്ലാസ്സിൽ നിന്നാണ് ഫോം ചെയ്തിട്ടുള്ളത്. അതിന് എക്സ്ട്രാ ടീച്ച് എന്നുള്ള ഒരു ഫങ്ഷണാലിറ്റി ഉണ്ട്. നിങ്ങൾക്കറിയാം എല്ലാ പേഴ്സൺസും ടീച്ചേഴ്സ് അല്ല, പക്ഷേ എല്ലാ ടീച്ചേഴ്സും പേഴ്സൺസ് ആണ്. ഓക്കെ, അതാണ് ഇതിൻ്റെ ഒരു കൺസെപ്റ്റിൽ പറയുന്നത്. ഇനി ജാവ സപ്പോർട്ട് ചെയ്യുന്ന മെയിനായിട്ടുള്ള 3 ടൈപ്പ് ഇൻഹെറിറ്റൻസ് ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. അതിൽ ഫസ്റ്റ് വണ് സിംഗിൾ ഇൻഹെറിറ്റൻസ്, അതായത് നമുക്കൊരു ബേസ് ക്ലാസ് ഉണ്ടായിരിക്കും.
ആ ബേസ് ക്ലാസ്സിൽ നിന്ന് ഒരു സബ് ക്ലാസ് ഫോം ചെയ്യുകയാണെങ്കിൽ അതിനെ സിംഗിൾ ഇൻഹെറിറ്റൻസ് ഓർ സിമ്പിൾ ഇൻഹെറിറ്റൻസ് എന്ന് പറയും. ഇനി സെക്കൻഡ് കേസിൽ മൾട്ടി ലെവൽ ഇൻഹെറിറ്റൻസ് ആണ് ഈ കാണിച്ചിട്ടുള്ളത്. ഇതിൻ്റെ ഡയഗ്രാം ഡീറ്റെയിൽഡ് ഡയഗ്രാം അല്ല, ജസ്റ്റ് ഒരു റെപ്രസെൻറ്റേഷൻ മാത്രമേ കാണിച്ചിട്ടുള്ളൂ. അതായത് വി ഹാവ് എ ക്ലാസ് എ, അതിൽ നിന്ന് ക്ലാസ് ബി ഫോം ചെയ്യാം, അതിൽ നിന്ന് ക്ലാസ് സി ഫോം ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ഫോം ചെയ്യുകയാണെങ്കിൽ ക്ലാസ് എക്കകത്ത് ഡിഫൈൻ ചെയ്തിട്ടുള്ള എല്ലാ പ്രോപ്പർട്ടീസും ബിഹേവിയറും ക്ലാസ് ബിക്കകത്തോട്ട് കിട്ടും. ദെൻ ക്ലാസ് ബിക്കകത്തുള്ള എല്ലാ ആട്രിബ്യൂട്ട്സും ബിഹേവിയറും ക്ലാസ് സി കിട്ടും. അപ്പോൾ ഇൻ എഫക്റ്റ് ക്ലാസ് സിൻ്റെ ഒബ്ജക്റ്റിന് ക്ലാസ് എയിൽ ഡിഫൈൻ ചെയ്തതും ദെൻ ക്ലാസ് ബിയിൽ ഡിഫൈൻ ചെയ്ത എല്ലാ പ്രോപ്പർട്ടീസും കിട്ടും. ദെൻ മൂന്നാമത്തെ ടൈപ്പ് ഇൻഹെറിറ്റൻസ് ആണ് ഹൈറാർക്കിക്കൽ ഇൻഹെറിറ്റൻസ്. അതുപോലെ നമുക്കൊരു ബേസ് ക്ലാസ് ഉണ്ട്, ആ ബേസ് ക്ലാസ്സിൽ നിന്ന് ഇവിടെ 2 സബ് ക്ലാസ് ആണ് ഫോം ചെയ്തിട്ടുള്ളത്. സോ ദിസ് ഈസ് കോൾഡ് ഹൈറാർക്കിക്കൽ ഇൻഹെറിറ്റൻസ്. അങ്ങനെ ബേസിക് ആയിട്ട് ജാവ സപ്പോർട്ട് ചെയ്യുന്ന 3 ടൈപ്പ് ഇൻഹെറിറ്റൻസ് ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഇനി ഇൻഹെറിറ്റൻസ് എന്താണെന്നുള്ളത് പറയാം. ഇൻഹെറിറ്റൻസ് ഹെൽപ്സ് ടു ക്രിയേറ്റ് ഹൈറാർക്കിക്കൽ ക്ലാസിഫിക്കേഷൻസ്. അതായത് ഒരു പാരന്റ് ചൈൽഡ് റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇൻഹെറിറ്റൻസ് യൂസ് ചെയ്യുന്നത്. ഒരു ഹൈറാർക്കി കീപ്പ് ചെയ്യാൻ പറ്റും, ഹൈറാർക്കി ക്ലാസിഫിക്കേഷൻ ഫോം ചെയ്യാൻ പറ്റും. യൂസിങ് ഇൻഹെറിറ്റൻസ് വി ക്യാൻ ക്രിയേറ്റ് എ ജനറൽ ക്ലാസ്, ബേസ് ഓർ സൂപ്പർ ക്ലാസ്. അതായത് ഇവിടെ സൂപ്പർ ക്ലാസ് അല്ലെങ്കിൽ ബേസ് ക്ലാസ് എന്ന് പറയും, അല്ലെങ്കിൽ പാരന്റ് ക്ലാസ് എന്ന് പറയും. അതൊരു ജനറൽ ക്ലാസ് ആണ്. അതായത് സബ് ക്ലാസിൻ്റെ എല്ലാം ജനറലൈസ്ഡ് ഫോമാണ് എന്ത്, സൂപ്പർ ക്ലാസ്. അതായത് കോമൺ ആയിട്ടുള്ള ആട്രിബ്യൂട്ട്സും ബിഹേവിയറെല്ലാം നിങ്ങൾ ബേസ് ക്ലാസ്സിനകത്ത് ഡിഫൈൻ ചെയ്യും. ഇനി അഡീഷണലി സബ് ക്ലാസ്സിന് എന്തെല്ലാം പ്രോപ്പർട്ടീസ് വേണോ അതെല്ലാം നിങ്ങൾ സബ് ക്ലാസ്സിനകത്ത് ഡിഫൈൻ ചെയ്യും. സോ ഇൻ എഫക്റ്റ് സൂപ്പർ ക്ലാസ് അല്ലെങ്കിൽ ബേസ് ക്ലാസ് അല്ലെങ്കിൽ പാരന്റ് ക്ലാസ് ഇറ്റ് ഈസ് ദി മോർ ജനറലൈസ്ഡ് ഫോം ഓഫ് സബ് ക്ലാസ്, അങ്ങനെ പറയാൻ പറ്റും. സോ ദിസ് ക്ലാസ് ക്യാൻ ദെൻ ബി ഇൻഹെറിറ്റഡ് ബൈ അതർ മോർ സ്പെസിഫിക് സബ് ക്ലാസ്സസ്. ഇപ്പോൾ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം നിങ്ങൾക്കറിയാം നമ്മുടെ നാട്ടിൽ കുറേ MBBS കഴിഞ്ഞ ഡോക്ടർമാരുണ്ട്. അതായത് അവർ ബേസ് അതാണ്, ഒരു ജനറൽ ക്ലാസ് ആണത്. ഇനി അത് കഴിഞ്ഞ് അവർ PG എടുക്കുകയാണെങ്കിൽ ഒരു സ്പെഷ്യലൈസ്ഡ് ടേമിലോട്ടാണ് അവർ പോവുക. അതായത് ഒരു പർട്ടിക്കുലർ ഏരിയയിൽ സ്പെഷ്യലൈസ് ചെയ്യുക. അപ്പോൾ അവിടെ ബേസ് ക്ലാസ് ആയിട്ടുള്ള MBBSൽ നിന്ന് അവർ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഒരു സബ് ക്ലാസ് ഫോം ചെയ്യുകയാണ്, അല്ലെങ്കിൽ മോർ സ്പെഷ്യലൈസേഷൻ ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. A subclass is a specialized version of a superclass. So subclass inherits all of the instance variables and methods defined by the superclass or parent class, and also it adds its own unique elements. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ബേസ് ക്ലാസ്സിനകത്ത് ഓൾറെഡി ഡിഫൈൻ ചെയ്ത എല്ലാ പ്രോപ്പർട്ടീസും ബിഹേവിയറും സബ് ക്ലാസ്സിനകത്തോട്ട് ഓട്ടോമാറ്റിക്കായിട്ട് കിട്ടും. അഡീഷണലി സബ് ക്ലാസ്സിനകത്ത് നിങ്ങൾ എന്തെല്ലാം പ്രോപ്പർട്ടീസും ബിഹേവിയറും ഡിഫൈൻ ചെയ്യുന്നോ അതെല്ലാം സബ് ക്ലാസ്സിൻ്റെ ഒബ്ജക്റ്റിനും കിട്ടും. ഇനി നിങ്ങൾ പ്രോഗ്രാം സൈഡിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇൻഹെറിറ്റൻസിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന, അല്ലെങ്കിൽ ഇൻഹെറിറ്റൻസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന കീവേഡാണ് എക്സ്റ്റെൻസ്. ഈ ഒരു കീവേഡ് യൂസ് ചെയ്തിട്ടാണ് ഒരു ബേസ് ക്ലാസ്സിൽ നിന്ന് ഒരു സബ് ക്ലാസ് ഫോം ചെയ്യാം. ഇവിടെ സിമ്പിൾ കോഡ് സ്നിപ്പറ്റ് കൊടുത്തിട്ടുണ്ട്. അതായത് ക്ലാസ് സൂപ്പർ ക്ലാസ്. ഇവിടെ സൂപ്പർ ക്ലാസ് എന്നുള്ളത് ഒരു യൂസർ ഡിഫൈൻഡ് നെയിമാണ്, യൂസറിന് ഇഷ്ടമുള്ള പേര് കൊടുക്കാം. ദെൻ കേളി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. ഇതിനുള്ളിൽ ക്ലാസിൻ്റെ ആട്രിബ്യൂട്ട്സും ബിഹേവിയറൊക്കെ നിങ്ങൾ എഴുതുക. സാധാരണ കഴിഞ്ഞ വീഡിയോയിലൊക്കെ നമ്മൾ ചെയ്ത പോലെ തന്നെ മെത്തേഡ്സും വേരിയബിൾസ് എല്ലാം ഇതിനുള്ളിൽ ഡിക്ലെയർ ചെയ്യാം. ഇനി ഈ ബേസ് ക്ലാസ്സിൽ നിന്ന് നമ്മളൊരു സബ് ക്ലാസ് ഫോം ചെയ്യുകയാണ്. സോ ക്ലാസ് സബ് ക്ലാസ്, ഇതും യൂസർ ഡിഫൈൻഡ് നെയിമാണ്, യൂസറിന് ഇഷ്ടമുള്ള പേര് കൊടുക്കാം. എക്സ്റ്റെൻസ്, അപ്പോൾ ഒരു സ്പേസ് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, എക്സ്റ്റെൻസ് എന്നുള്ള കീവേഡ് യൂസ് ചെയ്യുക. സൂപ്പർ ക്ലാസ്, അതായത് ഈ സബ് ക്ലാസ് വിച്ച് ഈസ് എക്സ്റ്റെൻഡിങ് ഫ്രം ദിസ് ബേസ് ക്ലാസ്, അതാണ് ഇതിൻ്റെ മീനിങ്. സോ ക്ലാസ് സബ് ക്ലാസ് എക്സ്റ്റെൻസ് സൂപ്പർ ക്ലാസ്. ദെൻ കേളി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം അതിനുള്ളിൽ വേണ്ട ആട്രിബ്യൂട്ട്സും ബിഹേവിയറൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ഡിഫൈൻ ചെയ്യുക. അപ്പോൾ ഇതൊരു എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ക്ലാസ് എ ഉണ്ട്, അതായത് ബേസ് ക്ലാസ് ഉണ്ട്. ആ ബേസ് ക്ലാസ്സിന് ഐയും ജെയും 2 ആട്രിബ്യൂട്ട്സ് ആണ്, ഐയും ജെയും. ദെൻ ഒരു മെത്തേഡ് ഷോ ഐ ജെ എന്ന് പറഞ്ഞൊരു മെത്തേഡ് അല്ലെങ്കിൽ ഫംഗ്ഷനാലിറ്റി ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിനുള്ളിൽ ജസ്റ്റ് ഐൻ്റെയും ജെയുടെയും വാല്യൂ ജസ്റ്റ് പ്രിൻറ്റ് ചെയ്യുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. ദെൻ വി ഹാവ് അനദർ ക്ലാസ്, ക്ലാസ് ബി, വിച്ച് ഈസ് എക്സ്റ്റെൻഡിങ് ഫ്രം ക്ലാസ് എ. ഈ ബേസ് ക്ലാസ് യൂസ് ചെയ്തിട്ട് ഒരു സബ് ക്ലാസ് ഫോം ചെയ്യുകയാണ്. ഈ സബ് ക്ലാസ്സിനായിട്ട് നിങ്ങൾ കെ എന്നുള്ള ഒരു ആട്രിബ്യൂട്ടാണ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. സോ നിങ്ങൾ ബി എന്നുള്ള ക്ലാസ്സിൻ്റെ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ബി എന്നുള്ള ഒബ്ജക്റ്റിന് ഐ എന്നുള്ള ആട്രിബ്യൂട്ട് ഉണ്ടായിരിക്കും, ജെ എന്നുള്ള ആട്രിബ്യൂട്ട് ഉണ്ടായിരിക്കും, കെ എന്നുള്ള ആട്രിബ്യൂട്ട് ഉണ്ടായിരിക്കും. അതേപോലെ തന്നെ മെത്തേഡ്സ് ആയിട്ട് ഷോ കെ എന്നുള്ളൊരു മെത്തേഡ് ആണ് നമ്മളിവിടെ ഡിഫൈൻ ചെയ്യുന്നത്. ദെൻ സം ഓഫ് എന്ന് പറഞ്ഞൊരു മെത്തേഡും ഉണ്ട്. അപ്പോൾ നിങ്ങൾ ബീൻ്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് ഷോ കെ എന്നുള്ള മെത്തേഡ് ഉണ്ടായിരിക്കും, സം ഓഫ് എന്നുള്ള മെത്തേഡ് ഉണ്ടായിരിക്കും, ഷോ ഐ ജെ എന്നുള്ള മെത്തേഡ് ഉണ്ടായിരിക്കും. ഓക്കെ, ഇനി അതൊരു പ്രോഗ്രാമായിട്ട് കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഇവിടെ നമ്മളെ ബേസ് ക്ലാസ് ഉണ്ട്, ദെൻ വി ഹാവ് ദ സബ് ക്ലാസ്. ഇനി മെയിൻ ക്ലാസ്സിനകത്താണ് നമ്മൾ ഇതിൻ്റെ ഒബ്ജക്റ്റിനെല്ലാം ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ പബ്ലിക് സ്റ്റാറ്റിക് വോയിഡ് മെയിൻ എ സൂപ്പർ ഒബ്ജക്റ്റ്, ഒരു ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്യണം. അതായത് സൂപ്പർ ക്ലാസ്സിൻ്റെ
ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാണ്. സോ ഫസ്റ്റ് ക്ലാസ് നെയിം പറഞ്ഞു കൊടുക്കണം, ദെൻ ക്ലാസ് ഒബ്ജക്റ്റ് നെയിം പറഞ്ഞു കൊടുക്കണം, ഈക്വൽ ടു ന്യൂ ഓപ്പറേറ്റർ, ദെൻ അഗെയിൻ ക്ലാസ് നെയിം. ഇതേപോലെ തന്നെ നമ്മൾ ബി എന്നുള്ള ക്ലാസ്സിൻ്റെ ഒബ്ജക്റ്റിനെയും ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് ഇവിടെ. ഇനി നമ്മൾ സൂപ്പർ ഒബ്ജക്റ്റ് ഡോട്ട് ഐ ഈക്വൽ ടു 10, അത് വാലിഡ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. കാരണം നമ്മളൊരു സൂപ്പർ ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു ഒബ്ജക്റ്റ് ആണ്, അതിന് ഐയും ജെ എന്നുള്ള ആട്രിബ്യൂട്ട് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഐയും ജെയും ഇവിടെ സെറ്റ് ചെയ്യാൻ പറ്റും. 10, 20 ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്, അത് വാലിഡ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. ദെൻ ഒരു പ്രിൻ്റലൻ സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. ദെൻ സൂപ്പർ ഒബ്ജക്റ്റ് ഡോട്ട് ഷോ ഐ ജെ, അപ്പോൾ ഈ ഒരു മെത്തേഡ് എക്സിക്യൂട്ട് ആവും. അപ്പോൾ ഐൻ്റെയും ജെൻ്റെയും വാല്യൂ പ്രിൻ്റ് ആവും. സോ സൂപ്പർ ഒബ്ജക്റ്റ് കണ്ടൻസ് എന്ന് പറഞ്ഞിട്ട് 10ഉം 20ഉം പ്രിൻ്റ് ചെയ്യും. അതിനുശേഷം നമ്മൾ ഈ സബ് ഒബ്ജക്റ്റ്, അതായത് ക്ലാസ് ബീൻ്റെ ഒബ്ജക്റ്റിന് ഐയും ജെയും കെയും വാല്യൂസ് അസൈൻ ചെയ്യേണ്ടത്. നമ്മളിവിടെ ഈ ഒരു ക്ലാസ്സിനകത്ത് കെ എന്നുള്ള ആട്രിബ്യൂട്ട് മാത്രമേ ഇതിനുള്ളിൽ ഡിഫൈൻ ചെയ്തിട്ടുള്ളൂ. പക്ഷേ ഇതിന് ഓട്ടോമാറ്റിക്കായിട്ട് ഐയും ജെയും കിട്ടും, അതാണ് ഇൻഹെറിറ്റൻസ്. അപ്പോൾ ഇവിടെ ഐയും ജെയും കെയും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, വാല്യൂസ് സെറ്റ് ചെയ്യാൻ പറ്റും. അതിനുശേഷം നമ്മൾ ഷോ ഐ ജെ എന്നുള്ള മെത്തേഡ് കോൾ ചെയ്യാണ്. ഈ ഷോ ഐ ജെ എന്നുള്ള മെത്തേഡ് എവിടെയുള്ള മെത്തേഡാണ്, ബേസ് ക്ലാസ്സിനകത്തുള്ള മെത്തേഡാണ്. അതായത് സബ് ക്ലാസ് യൂസ് ചെയ്തിട്ട് ബേസ് ക്ലാസ്സിൻ്റെ മെത്തേഡിനെ ഇൻവോക്ക് ചെയ്യാൻ പറ്റും. ദെൻ ഷോ കെ എന്നുള്ള മെത്തേഡ്, ദെൻ സം ഓഫ് മെത്തേഡ്. അപ്പോൾ അതിൻ്റെ കറസ്പോണ്ടിങ് ഔട്ട്പുട്ടാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. മെമ്പേഴ്സ് ആക്സസ് ആൻഡ് ഇൻഹെറിറ്റൻസ്. സബ് ക്ലാസ് കനോട്ട് ആക്സസ് ദി പ്രൈവറ്റ് മെമ്പേഴ്സ് ഇൻ സൂപ്പർ ക്ലാസ്. അപ്പോൾ തൊട്ട് മുമ്പത്തെ എക്സാമ്പിളിലൊക്കെ നമ്മൾ ഡിഫോൾട്ട് മോഡൽ അല്ലെങ്കിൽ ഡിഫോൾട്ട് ആക്സസ് സ്പെസിഫയർ ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾ പ്രൈവറ്റോ പ്രൊട്ടക്റ്റഡോ അങ്ങനത്തെ കീവേഡൊന്നും യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ ബൈ ഡിഫോൾട്ട് അത് ഡിഫോൾട്ട് ആക്സസ് സ്പെസിഫയറിലോട്ടാണ് പോവുക. നമ്മൾ മുമ്പൊരു വീഡിയോ ചെയ്തതാണ് ആക്സസ് സ്പെസിഫയർ എന്താണെന്നുള്ളത്, അത് വീഡിയോ മിസ്സായവർ അതൊന്നും എടുത്ത് കാണാം. അപ്പോൾ ഇവിടെ നമ്മൾ സാധാരണ ഒരു ക്ലാസ്സിനകത്ത് അതിൻ്റെ ആട്രിബ്യൂട്ട് പ്രൈവറ്റ് ആയിട്ടാണ് ഡിക്ലെയർ ചെയ്യുക, ഡിഫോൾട്ട് ആയിട്ടുള്ള പ്രൈവറ്റ് ആയിട്ടാണ് ഡിക്ലെയർ ചെയ്യുക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇവിടെ ഐ എന്നുള്ളത് ഡിഫോൾട്ട് സ്പെസിഫയറിൽ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്, ദെൻ ജെ എന്നുള്ളത് പ്രൈവറ്റ് ആയിട്ടാണ് ഡിക്ലെയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ പ്രൈവറ്റ് ആയിട്ട് ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ, നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു വേരിയബിൾ പ്രൈവറ്റ് ആയിട്ട് ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ അത് ആ ക്ലാസ്സിൻ്റെ ഉള്ളിൽ മാത്രമേ ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ, ക്ലാസ്സിന് പുറത്തോട്ട് അത് ആക്സസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ നമ്മൾ പ്രൈവറ്റ് ഇൻറ്റ് ജെ എന്ന് പറഞ്ഞാൽ ഈ ജെ എന്നുള്ള വേരിയബിളിനെ ഈ ക്ലാസ്സിൻ്റെ ഉള്ളിൽ മാത്രമേ ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ, അതിന് പുറത്തോട്ട് ആക്സസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നിങ്ങളിവിടെ സബ് ക്ലാസ്സിനകത്ത് ഈ ജെയുടെ വാല്യൂ ആക്സസ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ അത് എറർ കാണിക്കും. കാരണം ഇത് പ്രൈവറ്റ് മെമ്പറാണ്, ഇത് ഈ ക്ലാസ്സിനുള്ളിൽ മാത്രമേ ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അത് ഈ ക്ലാസ്സിനുള്ളിൽ നിങ്ങൾക്ക് ഒരു ജെക്ക് ഒരു വാല്യൂ സെറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് അതിനെ ഒരു സെറ്റർ മെത്തേഡ് യൂസ് ചെയ്യുക, ഒരു സെറ്റ് ജനറൽ മെത്തേഡ് യൂസ് ചെയ്യുക. ദെൻ ഈ മെത്തേഡിനെ നിങ്ങൾ മെയിൻ ഫംഗ്ഷനോ അല്ലെങ്കിൽ വേറെ എവിടെന്നെങ്കിലും എന്ത് ചെയ്യാം, കോൾ ചെയ്യുക, ഒരു വാല്യൂ വെച്ചിട്ട് കോൾ ചെയ്ത് കഴിഞ്ഞാൽ ആ വാല്യൂനെ ഇങ്ങോട്ട് സെറ്റ് ചെയ്യാം. ഇതിനാണ് സെറ്റർ മെത്തേഡ് എന്ന് പറയുക. അതുപോലെ ഗെറ്റർ മെത്തേഡ് ഉണ്ട്, അതായത് ഒരു പ്രൈവറ്റ് വേരിയബിളിൻ്റെ വാല്യൂ ഗെറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന മെത്തേഡാണ് ഗെറ്റർ മെത്തേഡ്. A major advantage of inheritance is that once you have created a superclass that defines the attributes common to a set of objects, it can be used to create any number of more specific subclasses. ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. നമ്മൾ ഓൾറെഡി ഒരു ബേസ് ക്ലാസ് ഫോം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര നമ്പർ ഓഫ് മോർ സ്പെസിഫിക് ആയിട്ടുള്ള സബ് ക്ലാസ്സസും അതിൽ നിന്ന് എന്ത് ചെയ്യാൻ പറ്റും, ഫോം ചെയ്യാൻ പറ്റും. സോ സൂപ്പർ ക്ലാസ് എന്നുള്ളത് ഒരു കോമൺ ആട്രിബ്യൂട്ട്സും ബിഹേവിയറും വരുന്ന ഒരു ക്ലാസ്സാണ് സൂപ്പർ ക്ലാസ് അല്ലെങ്കിൽ ബേസ് ക്ലാസ്. Each subclass can have its own special features also. ഇനി നമുക്ക് ഒരു സബ് ക്ലാസ് അല്ലെങ്കിൽ സൂപ്പർ ക്ലാസിൻ്റെ ഒബ്ജക്റ്റിനെ എന്ത് ചെയ്യാൻ പറ്റും, വേറൊരു സബ് ക്ലാസിൻ്റെ അല്ലെങ്കിൽ ആ സൂപ്പർ ക്ലാസിൻ്റെ സബ് ക്ലാസിൻ്റെ ഒബ്ജക്റ്റിലോട്ട് റെഫർ ചെയ്യാൻ പറ്റും. നിങ്ങൾ പോയിന്റിൻ്റെ കൺസെപ്റ്റൊക്കെ പഠിച്ചതാണ് സി പ്രോഗ്രാമിനകത്ത്. അപ്പോൾ ഇവിടെ അതായത് സബ് ക്ലാസിൻ്റെ ഒബ്ജക്റ്റിൻ്റെ മെമ്മറി ലൊക്കേഷനിലോട്ട് സൂപ്പർ ക്ലാസ് ഒബ്ജക്റ്റിനെ എന്ത് ചെയ്യാൻ പറ്റും, റെഫർ ചെയ്യാൻ പറ്റും. അതെങ്ങനെയുള്ളത് ഈ എക്സാമ്പിൾ നോക്കുമ്പോൾ കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. എ റെഫറൻസ് വേരിയബിൾ ഓഫ് എ സൂപ്പർ ക്ലാസ് ക്യാൻ ബി അസൈൻഡ് എ റെഫറൻസ് ടു എനി സബ് ക്ലാസ് ഡിറൈവ്ഡ് ഫ്രം ദാറ്റ് സൂപ്പർ ക്ലാസ്. ഒരു എക്സാമ്പിൾ നോക്കാം. ഇവിടെ നമുക്കൊരു ബേസ് ക്ലാസ് ഉണ്ട്, ക്ലാസ് എ. ദെൻ ക്ലാസ് ബി എന്ന് പറഞ്ഞൊരു സബ് ക്ലാസ് ഉണ്ട് വിച്ച് ഈസ് എക്സ്റ്റെൻഡിങ് ഫ്രം ക്ലാസ് എ. ദെൻ ക്ലാസ് സാമ്പിൾ നമ്മുടെ മെയിൻ ക്ലാസ് ആണെന്ന് കരുതുക ഫോർ എക്സാമ്പിൾ. ഇതിനുള്ളിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ബേസ് ക്ലാസിൻ്റെ ഒരു ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, അതുപോലെ സബ് ക്ലാസിൻ്റെ ഒരു ഒബ്ജക്റ്റിനെയും ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. സോ ഒ ബി എ എന്ന് പറഞ്ഞാൽ സൂപ്പർ ക്ലാസ് അല്ലെങ്കിൽ ബേസ് ക്ലാസ് അല്ലെങ്കിൽ പാരൻറ്റ് ക്ലാസിൻ്റെ ഒബ്ജക്റ്റാണ്. ഒ ബി ബി എന്ന് പറഞ്ഞാൽ സബ് ക്ലാസിൻ്റെ അല്ലെങ്കിൽ ചൈൽഡ് ക്ലാസിൻ്റെ ഒബ്ജക്റ്റാണ്. ഇനി പാരൻറ്റ് ക്ലാസിൻ്റെ ഒബ്ജക്റ്റ് ഈക്വൽ ടു, അതായത് ഒ ബി എ ഈക്വൽ ടു ഒ ബി ബി. ഇവിടെ എന്താ നമ്മൾ ചെയ്തത്, ഒ ബി ബി എന്നുള്ളതൊരു സബ് ക്ലാസിൻ്റെ ഒബ്ജക്റ്റാണ്, അത് എന്ത് ചെയ്തു, പാരൻറ്റ് ക്ലാസ്സിലോട്ട് റെഫർ ചെയ്തു. സോ പാരൻറ്റ് ക്ലാസ് ഈക്വൽ ടു, സോ പാരൻറ്റ് ക്ലാസ് ഈ ഒരു ഒബ്ജക്റ്റ്
എങ്ങോട്ടാണ് ഇപ്പോൾ പോയിന്റ് ചെയ്യിക്കുന്നത്? സബ് ക്ലാസിൻ്റെ മെമ്മറി ലൊക്കേഷനിലോട്ട് അല്ലെങ്കിൽ സബ് ക്ലാസിൻ്റെ ഒബ്ജക്റ്റിലോട്ടാണ് പോയിന്റ് ചെയ്യിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു വേരിയബിൾ നിങ്ങൾ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ പറഞ്ഞിട്ടുണ്ട്, ദ സൂപ്പർ ക്ലാസ് ഓബ്ജക്റ്റ് ക്യാൻ ആക്സസ് ഓൺലി ടു ദോസ് പാർട്സ് ഓഫ് ദി ഓബ്ജക്റ്റ് ഡിഫൈൻഡ് ബൈ ദി സൂപ്പർ ക്ലാസ്. അതായത് സൂപ്പർ ക്ലാസ്സിനകത്ത് എന്തെല്ലാം വേരിയബിൾ നിങ്ങൾ ഡിക്ലെയർ ചെയ്തിട്ടുണ്ടോ ആ വേരിയബിൾസ് മാത്രമേ ഈ സൂപ്പർ ക്ലാസ് ഓബ്ജക്റ്റ് കൊണ്ട് ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. സബ് ക്ലാസ്സിനകത്ത് ഡിഫൈൻ ചെയ്ത വേരിയബിൾസ് ആക്സസ് ചെയ്യാൻ പറ്റില്ല, ഈവൻ ദോ ഇറ്റ് ഈസ് പോയിന്റിങ് ടു സെയിം മെമ്മറി ലൊക്കേഷൻ. എക്സാമ്പിൾ നോക്കാം. ഇവിടെ നമുക്കൊരു സൂപ്പർ ക്ലാസ് ഉണ്ട്, അതിൽ നമുക്ക് രണ്ട് വേരിയബിളാണ് എയും ബിയും, ദെൻ ഒരു മെത്തേഡ് ഉണ്ട്, ദെൻ ഒരു സബ് ക്ലാസ് ഉണ്ട്, സബ് ക്ലാസ് വിച്ച് ഈസ് എക്സ്റ്റെൻഡിങ് ഫ്രം സൂപ്പർ ക്ലാസ്, ദെൻ വി ഹാവ് അനദർ വേരിയബിൾ ഐ, ദെൻ സബ് എന്നുള്ളൊരു മെത്തേഡ് ഉണ്ട്. എ ഈക്വൽ ടു എക്സ്, ബി ഈക്വൽ ടു വൈ, ഐ ഈക്വൽ ടു സെഡ്. കാരണം ഇതെല്ലാം ഇവിടെ ആക്സസ് ചെയ്യാൻ പറ്റും. കാരണം എന്താണ്, ഇതൊക്കെ പാരന്റ് ക്ലാസ്സിനകത്ത് ഡിഫോൾട്ടായിട്ടാണ് ഡിക്ലെയർ ചെയ്തിട്ടുള്ളത്. ഇനി നമ്മൾ മെയിൻ ക്ലാസ്സിനകത്തോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ സൂപ്പർ ക്ലാസ്സിൻ്റെ ഒരു ഓബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, സൂപ്പ് ഒ ബി എന്ന് പറഞ്ഞൊരു സൂപ്പർ ക്ലാസ്സിൻ്റെ ഒരു ഓബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ദെൻ സൂപ്പ് ഒ ബി ഡോട്ട് ഏരിയ ഓഫ് ഈ ഒരു മെത്തേഡ് ഇൻവോക്ക് ചെയ്തിട്ടുണ്ട്. അത് വാലിഡ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പോൾ ഇങ്ങനെ കോൾ ചെയ്ത് കഴിഞ്ഞാൽ എയും ബിയും വാല്യൂ ഒന്നും ഇനീഷ്യലി അസൈൻഡ് ആയിട്ടില്ല, സോ പ്രൊഡക്റ്റ് ഈക്വൽ ടു 0 ആണ് പ്രിന്റ് ചെയ്യാം. ഇനി നമ്മൾ സബ് ക്ലാസിൻ്റെ ഒരു ഒബ്ജക്റ്റിനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. സബ് ക്ലാസിൻ്റെ ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്യുന്നത് സബ് ഒ ബി ഈക്വൽ ടു ന്യൂ സബ് ഓഫ്, ഇവിടെ ഈ എസ് ക്യാപിറ്റലാണ് കാരണം കൺസ്ട്രക്ടറാണത്. അപ്പോൾ ഇവിടെ ഈ ഒരു ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ, കൺസ്ട്രക്ടർ എന്താണെന്ന് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ ഇവിടെ ഈ ഒരു ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഈ ഒരു മെത്തേഡാണ് ഓട്ടോമാറ്റിക്കായിട്ട് ഇൻവോക്ക് ആവുക. 3 വാല്യൂസാണ് പാസ് ചെയ്യുന്നത്. ഈ 10 എന്നുള്ള വാല്യൂ എക്സിലോട്ട് അസൈൻ ചെയ്യും, 20 എന്നുള്ള വാല്യൂ വൈയിലോട്ട് അസൈൻ ചെയ്യും, 30 എന്നുള്ള വാല്യൂ സെഡിലോട്ട് അസൈൻ ചെയ്യും. ദെൻ എ ഈക്വൽ ടു എക്സ്, ബി ഈക്വൽ ടു വൈ, ഐ ഈക്വൽ ടു സെഡ്. അതായത് ഈ സബ് ക്ലാസ് ഒബ്ജക്റ്റിൻ്റെ എ എന്നുള്ള ആട്രിബ്യൂട്ടിനകത്തോട്ട് 10 എന്നുള്ള വാല്യൂ വരും, ബി എന്നുള്ള ആട്രിബ്യൂട്ടിനകത്തോട്ട് 20 എന്നുള്ള വാല്യൂ വരും, ഐ എന്നുള്ള ആട്രിബ്യൂട്ടിനകത്തോട്ട് 30 എന്നുള്ള വാല്യൂ വന്നു. ഓക്കെ, ഇനി നമ്മളിവിടെ ചെയ്യുന്നത് സൂപ്പർ ക്ലാസ് ഒബ്ജക്റ്റ് ഈക്വൽ ടു സബ് ക്ലാസ് ഒബ്ജക്റ്റ്. അതായത് ഇവിടെ സൂപ്പർ ക്ലാസ് ഒബ്ജക്റ്റ് യൂസ് ചെയ്തിട്ട് നമ്മൾ സബ് ക്ലാസിൻ്റെ മെമ്മറി ലൊക്കേഷനിലോട്ട് അല്ലെങ്കിൽ ഈ സബ് ക്ലാസ് ഒബ്ജക്റ്റിലോട്ട് റെഫർ ചെയ്യുക ചെയ്യുന്നത്. ഇനി സൂപ്പർ ക്ലാസ് ഒബ്ജക്റ്റ് ഡോട്ട് ഏരിയ ഓഫ് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അത് വാലിഡ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. ഇങ്ങനെ റെഫർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ സൂപ്പർ ക്ലാസ് ഒബ്ജക്റ്റിന് സൂപ്പർ ക്ലാസ്സിനകത്ത് ഡിഫൈൻ ചെയ്ത ആട്രിബ്യൂട്ട്സും ബിഹേവിയറും മാത്രമേ ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഏരിയ ഓഫ് എന്നുള്ളത് ഇതിനകത്ത് ഡിഫൈൻ ചെയ്ത ഒരു മെത്തേഡാണ് അല്ലെങ്കിൽ ഒരു ബിഹേവിയർ ആണ്. അപ്പോൾ ഇത് വാലിഡ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. പക്ഷേ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ സൂപ്പർ ഒബ്ജക്റ്റ് ഡോട്ട് ഐ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഐ എന്നുള്ളത് സബ് ക്ലാസ്സിനകത്ത് ഡിഫൈൻ ചെയ്ത ഒരു വേരിയബിൾ ആണ്. അപ്പോൾ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അത് എറർ കാണിക്കും. ഇത് വാലിഡ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് അല്ല, ഈവൻ ദോ ഇറ്റ് ഈസ് പോയിന്റിങ് ടു സബ് ക്ലാസ്. ഇങ്ങനെ കൊടുത്താലും എന്താണ്, ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ അത് എറർ കാണിക്കും. ഇനി അടുത്ത വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കീവേഡാണ് സൂപ്പർ. എക്സാമിന് സാധാരണ ചോദിക്കാറുണ്ട്. യൂസിങ് സൂപ്പർ എന്നുള്ളത് ഒരു മെത്തേഡായിട്ടും യൂസ് ചെയ്യും, ഒരു കീവേഡായിട്ടും യൂസ് ചെയ്യും. വെനെവർ എ സബ് ക്ലാസ് നീഡ്സ് ടു റെഫർ ടു ഇറ്റ്സ് ഇമ്മീഡിയറ്റ് സൂപ്പർ ക്ലാസ് ഇറ്റ് ക്യാൻ ബി ഡൺ യൂസിങ് ദ കീവേഡ് സൂപ്പർ. അതായത് നിങ്ങളെ ബേസ് ക്ലാസ്സിനകത്ത് ഡിഫൈൻ ചെയ്ത ഏതെങ്കിലും പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ ഏതെങ്കിലും ആട്രിബ്യൂട്ട്സും ബിഹേവിയറും നിങ്ങൾക്ക് സബ് ക്ലാസ്സിൽ നിന്ന് ആക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സൂപ്പർ എന്നുള്ള കീവേഡ് യൂസ് ചെയ്ത് ആക്സസ് ചെയ്യാം. അത് എക്സാമ്പിൾ ചെയ്യുമ്പോൾ കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ മെയിനായിട്ടും ഇവിടെ സൂപ്പറിന് 2 ഫോംസ് ആണുള്ളത്. ഒന്ന് ടു കോൾ ദ സൂപ്പർ ക്ലാസ്സസ് കൺസ്ട്രക്ടർ, അതായത് സബ് ക്ലാസ്സിൽ നിന്നുകൊണ്ട് സൂപ്പർ ക്ലാസ്സിൻ്റെ അല്ലെങ്കിൽ ബേസ് ക്ലാസ്സിൻ്റെ കൺസ്ട്രക്ടറിനെ ഇൻവോക്ക് ചെയ്യാനും കോൾ ചെയ്യാനും വേണ്ടിയിട്ടാണ് സൂപ്പർ എന്നുള്ള കീവേഡ് യൂസ് ചെയ്യാം. അതേപോലെ തന്നെ മെമ്പർ വേരിയബിൾസ് ടു ആക്സസ് എ മെമ്പർ ഓഫ് ദി സൂപ്പർ ക്ലാസ് ദാറ്റ് ഹാസ് ബീൻ ഹിഡൻ ബൈ എ മെമ്പർ ഓഫ് എ സബ് ക്ലാസ്. ഇവിടെ ഹിഡൻ എന്ന് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ഇൻറ്റ് ഐ എന്നുള്ള വേരിയബിൾ നിങ്ങൾ സൂപ്പർ ക്ലാസ്സിനകത്ത് ഡിക്ലെയർ ചെയ്തെന്ന് കരുതുക. ഈ സെയിം വേരിയബിൾ തന്നെ നിങ്ങൾ സബ് ക്ലാസ്സിനകത്തും ഫോർ എക്സാമ്പിൾ ഡിക്ലെയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ എന്താണ്, സൂപ്പർ ക്ലാസ്സിനകത്തുള്ള ആ ഐ എന്നുള്ള വേരിയബിൾ സബ് ക്ലാസ്സിനകത്ത് ഹിഡൻ ആയി പോകും. അപ്പോൾ നിങ്ങൾക്ക് സൂപ്പർ ക്ലാസ്സിനകത്തുള്ള ആ ഐ എന്നുള്ള വേരിയബിളിനെ ആക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സൂപ്പർ എന്നുള്ള കീവേഡ് യൂസ് ചെയ്യേണ്ടി വരും. അതായത് സൂപ്പർ ഡോട്ട് ഐ എന്ന് പറഞ്ഞാൽ സൂപ്പർ ക്ലാസ്സിനകത്തുള്ള ഐ എന്നുള്ള വേരിയബിൾ, അതാണ് മീൻ ചെയ്യുന്നത്. എക്സാമ്പിൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് മനസ്സിലാവും. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് സൂപ്പർ ക്ലാസ്സിനകത്തുള്ള ഒരു മെത്തേഡ് അല്ലെങ്കിൽ അതിൻ്റെ കൺസ്ട്രക്ടർ കോൾ ചെയ്യണമെങ്കിൽ ഇതാണ് അതിൻ്റെ സിൻടാക്സ്. അതായത് സൂപ്പർ എന്നുള്ള ഒരു മെത്തേഡ്
ആർഗ്യുമെൻ്റ് അല്ലെങ്കിൽ പാരാമീറ്റർ എന്തെല്ലാം അതെല്ലാം നിങ്ങൾക്ക് ഇവിടെ ആർഗ്യുമെൻ്റായിട്ട് പാസ് ചെയ്യാൻ പറ്റും. ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ സബ് ക്ലാസ്സിനകത്ത് നിന്ന് സൂപ്പർ എന്നുള്ള മെത്തേഡ് കോൾ ചെയ്യുകയാണെങ്കിൽ സബ് ക്ലാസ്സിനകത്തുള്ള കൺസ്ട്രക്ടറിനകത്തുള്ള ഫസ്റ്റ് മെത്തേഡ് സൂപ്പർ എന്നായിരിക്കണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ്. പ്രോഗ്രാം ചെയ്യുമ്പോൾ കുറച്ചുകൂടി ക്ലിയർ ആവും. ഇവിടെ ഈ ഒരു എക്സാമ്പിൾ നോക്കുക. ഇവിടെ പാരൻ്റ് എന്നുള്ളൊരു ബേസ് ക്ലാസ് ഉണ്ട്, അതിനകത്ത് പാരൻ്റ് എന്നുള്ളൊരു കൺസ്ട്രക്ടർ ഉണ്ട്. ക്ലാസ്സിൻ്റെ അതേ പേരിലുള്ള ഒരു മെത്തേഡാണ് ഇത്. അപ്പോൾ ഇവിടെ ഇതൊരു കൺസ്ട്രക്ടറാണ്. ഇനി ചൈൽഡ് എന്നുള്ളൊരു ക്ലാസ് ഉണ്ട്, അത് പാരൻ്റ് എന്നുള്ള ക്ലാസ്സിൽ നിന്നാണ് എക്സ്റ്റെൻഡ് ചെയ്യുന്നത്, അതായത് ഇൻഹെറിറ്റ് ചെയ്യുന്നത്. ദെൻ ചൈൽഡ് എന്നുള്ള ഒരു കൺസ്ട്രക്ടർ ഉണ്ട്. ഇവിടെ നോക്കിയേ, ഇവിടെ നിങ്ങൾക്ക് സബ് ക്ലാസ്സിൽ നിന്നുകൊണ്ട് സൂപ്പർ ക്ലാസ്സിൻ്റെ ഈ ഒരു മെത്തേഡ് ഇൻവോക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ, സബ് ക്ലാസ്സിൽ നിന്നുകൊണ്ട് സൂപ്പർ ക്ലാസ്സിൻ്റെ പാരൻ്റ് എന്നുള്ള കൺസ്ട്രക്ടറിനെ കോൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സൂപ്പർ എന്ന് കോൾ ചെയ്താൽ മതി. സോ സൂപ്പർ ഓഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് കൺട്രോൾ ഇങ്ങോട്ട് പോകും. ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. പാരൻ്റ് ക്ലാസ്സിനകത്തുള്ള കൺസ്ട്രക്ടറിനെ ഇൻവോക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ കോൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സൂപ്പർ എന്നുള്ള മെത്തേഡ് കോൾ ചെയ്താൽ മതി. ദെൻ ജസ്റ്റ് ഒരു പ്രിൻ്റ് സ്റ്റേറ്റ്മെൻറ്റ്. ഇനി നമ്മൾ ബേസ് ക്ലാസ്സിനകത്ത് മെയിൻ ക്ലാസ്സിനകത്ത് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ചൈൽഡ് ക്ലാസ്സിൻ്റെ ഒരു ഒബ്ജക്റ്റിനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ചൈൽഡ് ഒബിജെ ഈക്വൽ ടു ന്യൂ ചൈൽഡ് ഓഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കൺസ്ട്രക്ടറാണ് എക്സിക്യൂട്ട് ആവുക. ഇത് എക്സിക്യൂട്ട് ആകുമ്പോൾ ഫസ്റ്റ് കാണുന്ന ലൈൻ എന്താണ്? സൂപ്പർ. ഇത് മസ്റ്റായിട്ടും ഇത് ഫസ്റ്റ് ലൈൻ തന്നെ ആയിരിക്കണം. ഇതാണ് നമ്മൾ നേരത്തെ രണ്ടാമത്തെ പോയിന്റ് പറഞ്ഞത്. സൂപ്പർ എന്നുള്ളത് എന്തായിരിക്കണം? അത് ഫസ്റ്റ് ലൈൻ ആയിരിക്കണം. കാരണം ഇവിടുന്ന് കൺട്രോൾ ഇങ്ങോട്ട് വന്നു, ദെൻ ഇവിടുന്ന് കൺട്രോൾ ഇങ്ങോട്ട് പോകണം, അതിനുശേഷം പിന്നെ അടുത്ത ലൈനിലോട്ട് വരാൻ പാടുള്ളൂ. ഇതേപോലെ തന്നെ മെത്തേഡ് നമ്മൾ നേരത്തെ പറഞ്ഞത് സൂപ്പർ എന്നുള്ള മെത്തേഡാണ്. ഇതേപോലെ നിങ്ങൾക്ക് സൂപ്പർ എന്നുള്ള കീവേഡ് യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് ബേസ് ക്ലാസ്സിനകത്തുള്ള വേരിയബിളിനെ ആക്സസ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ മെമ്പർ വേരിയബിളിനെ ആക്സസ് ചെയ്യാൻ പറ്റും. So super always refers to the super class of the subclass in which it is created. അപ്പോൾ അതിനകത്തുള്ളൊരു മെമ്പർ വേരിയബിൾ ആക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സൂപ്പർ എന്നുള്ള കീവേഡ് യൂസ് ചെയ്യുക, ദെൻ ഡോട്ട് സിമ്പിൾ യൂസ് ചെയ്യുക, ദെൻ ഏതാണോ മെമ്പർ വേരിയബിൾ അത് നിങ്ങൾ സ്പെസിഫൈ ചെയ്യുക. ഫോർ എക്സാമ്പിൾ സൂപ്പർ ഡോട്ട് ഐ ഈക്വൽ ടു 10 അങ്ങനെ അസൈൻ ചെയ്യാൻ പറ്റും. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഇവിടെ ബേസ് ക്ലാസ് ഉണ്ട്, അതിനകത്ത് ഐ എന്നുള്ളൊരു വേരിയബിൾ ഉണ്ട്. ദെൻ സബ് ക്ലാസ് ഉണ്ട്, അതിനകത്ത് എഗെയിൻ ഐ എന്നുള്ളൊരു വേരിയബിൾ ഉണ്ട്. ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്, സൂപ്പർ ക്ലാസ്സിനകത്തുള്ള ഐ ഇവിടെ ഹിഡൻ ആയി പോകും. കാരണം ഇത് ഏത് ഐ ആണെന്നുള്ളൊരു കൺഫ്യൂഷൻ വരും. അപ്പോൾ അങ്ങനത്തെ കേസിൽ നിങ്ങൾ സൂപ്പർ ഡോട്ട് ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ബേസ് ക്ലാസ്സിനകത്തുള്ള ഐ എന്നുള്ള വേരിയബിളാണ് അതിൻ്റെ മീനിങ്. സൂപ്പർ ഡോട്ട് ഐ, സൂപ്പർ ക്ലാസ്സിനകത്തുള്ള വേരിയബിൾ ഐ. ഇതുപോലെ തന്നെ നിങ്ങൾക്ക് പ്രിൻറ്റ് ചെയ്യാൻ ഇതുപോലെ തന്നെ യൂസ് ചെയ്യാം. സൂപ്പർ ഡോട്ട് ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ ഒരു ഐ ആണ്. സിംപ്ലി ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് സബ് ക്ലാസ്സിനകത്ത് നിങ്ങൾ വെറുതെ ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സബ് ക്ലാസ്സിനകത്തുള്ള ഐ ആണ്. സബ് ക്ലാസ്സിനകത്ത് സൂപ്പർ ഡോട്ട് ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സൂപ്പർ ക്ലാസ്സിനകത്തുള്ള ഐ ആണ്. നമ്മൾ മെയിൻ ക്ലാസ്സിനകത്ത് സബ് ക്ലാസ്സിൻ്റെ ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, ദെൻ ഷോ ഓഫ് എന്നുള്ള മെത്തേഡ് കോൾ ചെയ്തു. അതിൻ്റെ ഔട്ട്പുട്ടാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. അതൊന്നും ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. നെക്സ്റ്റ് ടോപ്പിക്, ക്രിയേറ്റിംഗ് മൾട്ടി ലെവൽ ഹൈറാർക്കി. നിങ്ങൾക്ക് ഇങ്ങനെ എത്ര ലെവൽസ് ഓഫ് ക്ലാസ്സസും ഫോം ചെയ്യാൻ പറ്റും. ഇവിടെ നമുക്കൊരു ബേസ് ക്ലാസ് ഉണ്ട്, അതിൽ നിന്ന് സബ് ക്ലാസ് ഫോം ചെയ്യാം, അതിൽ നിന്ന് എഗെയിൻ ഒരു ഡിറൈവ്ഡ് ക്ലാസ് ഫോം ചെയ്യാൻ പറ്റും. ഇങ്ങനെ എത്ര ലെവൽ ഓഫ് ഹൈറാർക്കി നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ജാവയിൽ ഫോം ചെയ്യാൻ പറ്റും. അതിൻ്റെ എക്സാമ്പിളാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഇവിടെ ക്ലാസ് എ എന്നുള്ളൊരു ബേസ് ക്ലാസ് ഉണ്ട്, ദെൻ ക്ലാസ് ബി എന്നുള്ളൊരു സബ് ക്ലാസ് ഉണ്ട്, ദെൻ ക്ലാസ് സി എന്ന് പറഞ്ഞ ഒരു മൂന്നാമത്തെ ഒരു ഡിറൈവ്ഡ് ക്ലാസ് ഉണ്ട്. അപ്പോൾ ഇവിടെ ക്ലാസ് ബി എന്നുള്ളത് എയിൽ നിന്ന് ഇൻഹെറിറ്റ് ചെയ്തതാണ്, ക്ലാസ് സി എന്നുള്ളത് ബിയിൽ നിന്നാണ് ഇൻഹെറിറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ എത്ര ലെവൽ ഓഫ് ഹൈറാർക്കി വേണമെങ്കിലും നിങ്ങൾക്ക് ഫോം ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ എക്സിക്യൂഷൻ ഫ്ലോ എങ്ങനെ ആയിരിക്കും? നിങ്ങൾക്കറിയാം മെയിൻ ക്ലാസ് തൊട്ടാണ് എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുക. ഇവിടെ നമ്മൾ സബ് ക്ലാസിൻ്റെ, അതായത് ലോവർ മോസ്റ്റ് സബ് ക്ലാസിൻ്റെ ഒരു ഒബ്ജക്റ്റിനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. സോ സി ഒ ബി ഈക്വൽ ടു ന്യൂ സി ഓഫ് 10, 20, 30. അപ്പോൾ സി എന്നുള്ള ഒബ്ജക്റ്റിന് എന്തുണ്ട്? 3 വാല്യൂസാണ് പാസ് ചെയ്യുന്നത്, 10, 20, 30. അപ്പോൾ ഈ 3 വാല്യൂസും പി ക്യു ആർ എന്നുള്ള വേരിയബിളിനകത്തോട്ട് അസൈൻ ചെയ്യും. സോ പി ഈക്വൽ ടു 10, ക്യു ഈക്വൽ ടു 20, ആർ ഈക്വൽ ടു 30. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? സൂപ്പർ ഓഫ് പി കോമ ക്യു. നമ്മൾ നേരത്തെ പറഞ്ഞു സൂപ്പർ ഇങ്ങനെ ഒരു ഫംഗ്ഷൻ കോൾ ചെയ്താണ്, തൊട്ട് മുമ്പത്തെ പാരൻറ്റിൻ്റെ കൺസ്ട്രക്ടറിനെയാണ് എക്സിക്യൂട്ട് ആവുക. അപ്പോൾ ഇതിന് തൊട്ട് മുമ്പത്തെ പാരൻറ്റ് പറഞ്ഞാൽ ബി ആണ്, ബിനകത്തുള്ള കൺസ്ട്രക്ടർ ഇതാണ്. അപ്പോൾ ഇതാണ് എക്സിക്യൂട്ട് ആവുക. അപ്പോൾ ഇവിടുന്ന് സൂപ്പർ ഓഫ് പി കോമ ക്യു, പിയും ക്യൂയും എന്താണെന്നുള്ളത് ഇവിടുന്ന് വാല്യൂസ് വന്നിട്ടുണ്ട്, 10ഉം 20ഉം ആണ്. അപ്പോൾ ആ 10ഉം 20ഉം ഇങ്ങോട്ട് പാസ് ചെയ്യും. സോ പി ഈക്വൽ ടു 10, ക്യൂ ഈക്വൽ ടു 20.
എഗെയിൻ ഇതിനുള്ളിലെത്തിയിട്ട് സൂപ്പർ എന്നുള്ള മെത്തേഡാണ് കോൾ ചെയ്യുന്നത്. അതായത് ഇതിൻ്റെ പാരൻ്റ് ഏതാണ്, ഇതിൻ്റെ പാരൻ്റ് ഇതാണ്. അപ്പോൾ ഇത് എക്സിക്യൂട്ട് ചെയ്യും. അപ്പോൾ ഇവിടുന്ന് പിയുടെ വാല്യൂ ആണ് പാസ് ചെയ്യുന്നത്, അതായത് 10 എന്നുള്ള വാല്യൂ ആണ് പാസ് ചെയ്യുന്നത്. ഇനി ആ വാല്യൂ സൂപ്പർ ക്ലാസ് എ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും, എക്സ് ഈക്വൽ ടു പി, എക്സിനകത്തോട്ട് 10 എന്നുള്ള വാല്യൂ അസൈൻ ചെയ്യും. അതാണ് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് നിങ്ങൾക്ക് കാണുന്ന പ്രിൻ്റ് എഫ് സ്റ്റേറ്റ്മെൻറ്റ്, പ്രിൻ്റ് എൽ സ്റ്റേറ്റ്മെൻറ്റ് സൂപ്പർ ക്ലാസ് എ എന്നുള്ള മെസ്സേജാണ് ഇവിടെ ഫസ്റ്റ് പ്രിൻ്റ് ആയിട്ടുള്ളത്. അതായത് ഈ ഫസ്റ്റ് എക്സിക്യൂട്ട് ചെയ്യുന്നതാണ്. അതായത് കൺട്രോൾ ഇവിടുന്ന് ഇങ്ങോട്ട് വന്നു, ഇവിടുന്ന് ഇങ്ങോട്ട് വന്നു, ഇവിടുന്ന് ഇങ്ങോട്ട് പോയി. അപ്പോൾ ഇവിടെ സൂപ്പർ ക്ലാസ് എ എന്നുള്ള മെസ്സേജ് പ്രിൻ്റ് ചെയ്തു. അതിനുശേഷം എക്സ് ഈക്വൽ ടു 10 ആക്കി. ദെൻ കൺട്രോൾ ഇങ്ങോട്ട് വന്നു. ദെൻ ബി സബ് ക്ലാസ് ഓഫ് എ എന്നുള്ളതാണ് അടുത്ത മെസ്സേജ് വന്നിട്ടുള്ളത്, ബി സബ് ക്ലാസ് ഓഫ് എ. ദെൻ വൈ ഈക്വൽ ടു ക്യൂ, വൈ ഈക്വൽ ടു 20 ആയി. സോ എക്സ് ഈക്വൽ ടു 10 ഇവിടെ അസൈൻ ചെയ്തു, വൈ ഈക്വൽ ടു 20 ഇവിടെ അസൈൻ ചെയ്തു. ദെൻ അതിനുശേഷം കൺട്രോൾ ഇങ്ങോട്ട് വന്നു, കാരണം ഇവിടെ നിന്നാണ് കൺട്രോൾ ഇങ്ങോട്ട് പോയിട്ടുള്ളത്. അപ്പോൾ തിരിച്ചിങ്ങോട്ട് തന്നെ വന്നു. ദെൻ സി സബ് ക്ലാസ് ഓഫ് ബി, അതാണ് ഇവിടെ പ്രിൻ്റ് ചെയ്തിട്ടുള്ളത്, സി സബ് ക്ലാസ് ഓഫ് ബി. സെഡ് ഈക്വൽ ടു 6 ഈക്വൽ ടു 30 ആണ് നമ്മൾ ഇവിടുന്ന് പാസ് ചെയ്യുന്നത്. അതിങ്ങോട്ട് സെഡിലോട്ട് അസൈൻ ചെയ്യും. ദെൻ അതിനുശേഷം നമ്മൾ കൺട്രോൾ തിരിച്ചിങ്ങോട്ട് തന്നെ വന്നു. ദെൻ ഈ 3 പ്രിൻ്റ് സ്റ്റേറ്റ്മെൻറ്റ് പ്രിൻ്റ് ചെയ്തു. അതാണ് ഇവിടെ എക്സ് ഈക്വൽ ടു 10, വൈ ഈക്വൽ ടു 20, സെഡ് ഈക്വൽ ടു 10 എന്നുള്ള വാല്യൂ പ്രിൻ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ഒ ബി ഡോട്ട് എക്സ് ആണ്, എക്സ് വൈ എക്സ് ആണ് പ്രിൻ്റ് ചെയ്തിട്ടുള്ളത്, എക്സ് വൈ സെഡ് അല്ല പ്രിൻ്റ് ചെയ്തിട്ടുള്ളത്. അത് കാരണമാണ് ഇവിടെ 10 തന്നെ വീണ്ടും വന്നത്. അടുത്ത നമുക്കൊരു എക്സാമ്പിൾ പ്രോഗ്രാമാണ് ചെയ്യാനുള്ളത്. അതായത് ഇവിടെ ഒരു എംപ്ലോയി എന്നുള്ളൊരു ബേസ് ക്ലാസ് ഫോം ചെയ്യണം. അതിൽ നിന്ന് ഓഫീസർ എന്നുള്ളൊരു സബ് ക്ലാസ് ഫോം ചെയ്യണം. അതുപോലെ മാനേജർ എന്നുള്ളൊരു സബ് ക്ലാസ് ഫോം ചെയ്യണം. അപ്പോൾ ഒരു ബേസ് ക്ലാസ് ഉണ്ട് എംപ്ലോയി, അതിൽ നിന്ന് ഓഫീസർ ക്ലാസ് ഫോം ചെയ്യണം, അതുപോലെ മാനേജർ ക്ലാസ് ഫോം ചെയ്യണം. ഈ എംപ്ലോയി ക്ലാസ്സിനകത്ത് പ്രിൻ്റ് സാലറി എന്നുള്ള മെത്തേഡിനെ ഡിഫൈൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ജസ്റ്റ് സാലറി പ്രിൻ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ എംപ്ലോയി ക്ലാസ്സിനകത്ത് എന്തെല്ലാം പ്രോപ്പർട്ടീസ് വേണം, നെയിം, ഏജ്, ഫോൺ നമ്പർ, അഡ്രസ്സ്, സാലറി, ഇത്രയും ആട്രിബ്യൂട്ട്സ് നമ്മൾ എംപ്ലോയി ക്ലാസ്സിനകത്ത് ഡിഫൈൻ ചെയ്യണം. മാനേജർ ക്ലാസ്സിനകത്ത് ഡിപ്പാർട്ട്മെൻറ്റ് എന്നുള്ളൊരു ആട്രിബ്യൂട്ട് വേണം. അതുപോലെ ഓഫീസർ ക്ലാസ്സിനകത്ത് സ്പെഷ്യലൈസേഷൻ എന്നുള്ള ആട്രിബ്യൂട്ട് വേണം. അതിനുശേഷം അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ പ്രിൻ്റ് ചെയ്യാനാണ് ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുള്ളത്. ഈ പ്രോഗ്രാം ഒന്ന് നമുക്കൊന്ന് ചെയ്തു നോക്കാം. ഇതിനകത്ത് നോട്ട് പാഡ് യൂസ് ചെയ്തിട്ടാണ് ഞാൻ പ്രോഗ്രാം ടൈപ്പ് ചെയ്യുന്നത്. ക്രിയേറ്റ് ചെയ്യേണ്ട ക്ലാസ്സസ്, നമുക്ക് എംപ്ലോയി എന്നുള്ള ക്ലാസ് ഫോം ചെയ്യണം, എംപ്ലോയി. അതുപോലെ തന്നെ ഞാൻ ജസ്റ്റ് പ്രോഗ്രാം സ്ട്രക്ചർ ഒന്ന് ആദ്യം ടൈപ്പ് ചെയ്ത് വെക്കാം. ദെൻ ക്ലാസ്, എംപ്ലോയിയിൽ നിന്ന് മാനേജർ എന്നുള്ള ക്ലാസ് ഫോം ചെയ്യണം. സോ ക്ലാസ് മാനേജർ എക്സ്റ്റെൻസ് എംപ്ലോയി. ഇതുപോലെ തന്നെ നമുക്ക് ഓഫീസർ എന്നുള്ള ക്ലാസ് ഫോം ചെയ്യണം. ഓഫീസർ എക്സ്റ്റെൻസ്, അതും എംപ്ലോയി ക്ലാസ്സിൽ നിന്നാണ് എക്സ്റ്റെൻഡ് ചെയ്യേണ്ടത്. ദെൻ വി ഹാവ് ദ മെയിൻ ക്ലാസ് നമുക്ക് എംപ്ലോയി എക്സാമ്പിൾ എന്ന് കൊടുക്കാം, എംപ്ലോയി ഇ ജി. ഇതിനുള്ളിൽ നമ്മുടെ മെയിൻ മെത്തേഡ് വേണം. സോ പബ്ലിക് സ്റ്റാറ്റിക് വോയിഡ് മെയിൻ. ഓക്കെ, ഇതാണ് നമ്മുടെ പ്രോഗ്രാം സ്ട്രക്ചർ. ഇനി നമുക്ക് വേണ്ടത് എംപ്ലോയി ക്ലാസ്സിനകത്ത് എംപ്ലോയിയുടെ ആട്രിബ്യൂട്ട്സ് ഒക്കെ ഡിഫൈൻ ചെയ്യണം. സോ എംപ്ലോയിക്ക് ഒരു നെയിം ഉണ്ട്, നെയിം സ്ട്രിംഗ് ടൈപ്പ് ആയിട്ട് നമുക്ക് ഡിക്ലെയർ ചെയ്യാം. ദെൻ എംപ്ലോയിക്ക് ഏജ് ഉണ്ട്, ഏജ് ഇൻറ്റിജർ ടൈപ്പ് ആയിട്ട് ഡിക്ലെയർ ചെയ്യാം. അതുപോലെ തന്നെ എംപ്ലോയിക്ക് അഡ്രസ്സ് ഉണ്ട്, അല്ലെങ്കിൽ ഫോൺ നമ്പർ ഉണ്ട്, അത് നമുക്ക് സ്ട്രിംഗ് ആയിട്ട് ഡിക്ലെയർ ചെയ്യാം. കാരണം പലരും ഫോൺ നമ്പർ പല രീതിയിലാവും ടൈപ്പ് ചെയ്യുക. ചിലർ +91 എന്നൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്പർ ടൈപ്പ് ചെയ്യും. സോ സ്ട്രിംഗ് ആയിട്ട് നമുക്ക് ഡിക്ലെയർ ചെയ്യാം, സ്ട്രിംഗ് ഫോണ്. അതുപോലെ തന്നെ എംപ്ലോയിക്ക് ഒരു അഡ്രസ്സ് ഉണ്ട്, അതും സ്ട്രിംഗ് ടൈപ്പ് ആയിട്ട് തന്നെ നമുക്ക് തൽക്കാലം ഡിക്ലെയർ ചെയ്യാം. ദെൻ സാലറി നമുക്ക് ഡബിൾ ആയിട്ട് ഡിക്ലെയർ ചെയ്യാം, 14 പോയിന്റ് വാല്യൂ ആയിട്ട് ഡബിൾ സാലറി. അപ്പോൾ എത്രയാണ് എംപ്ലോയി ക്ലാസ്സിനകത്ത് നമുക്ക് ക്വസ്റ്റിനകത്ത് പറഞ്ഞിട്ടുള്ള ആട്രിബ്യൂട്ട്സ്. അതുപോലെ തന്നെ ഇതിനകത്തൊരു പ്രിന്റ് സാലറി എന്നുള്ള മെത്തേഡ് ഡിഫൈൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. സോ വോയിഡ് പ്രിന്റ് സാലറി ഓഫ്. ഓക്കെ, നമ്മൾ ഈ എംപ്ലോയി ക്ലാസ് പബ്ലിക് ആയിട്ട് ഡിക്ലെയർ ചെയ്യാം. അപ്പോൾ ഇത് ജസ്റ്റ് സാലറി പ്രിന്റ് ചെയ്യാനുള്ളൊരു മെത്തേഡാണ്, ഫംഗ്ഷനാണ്. സോ സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് println ഓഫ് ദി സാലറി ഓഫ് ദി എംപ്ലോയി ഈസ് എന്ന് പറഞ്ഞിട്ട് ആ സാലറി പ്രിന്റ് ചെയ്യിക്കാം. സോ പ്ലസ് സാലറി. ഇതുപോലെ തന്നെ നമുക്കൊരു എംപ്ലോയിക്ക് വേണ്ടിയിട്ട് എംപ്ലോയി ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു കൺസ്ട്രക്ടർ നമുക്ക് ഡിഫൈൻ ചെയ്യാം. സോ പബ്ലിക്
കൺസ്ട്രക്ടറിന് റിട്ടേൺ ടൈപ്പ് ഉണ്ടായിരിക്കില്ല, ജസ്റ്റ് ക്ലാസ് നെയിം മാത്രം പറഞ്ഞു കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ എംപ്ലോയി ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഇത്രയും ആട്രിബ്യൂട്ട്സ് വാല്യൂസ് ഇവിടെ റിസീവ് ചെയ്തിരിക്കണം. സോ സ്ട്രിങ് നെയിമിന് എൻ ആയിട്ട് ഡിക്ലെയർ ചെയ്യാം, അതുപോലെ ഏജിന് എ കൊടുക്കാം, അതുപോലെ ഫോൺ നമ്പറിന് പി കൊടുക്കാം. നമുക്ക് ഫോൺ നമ്പർ നമ്മൾ സ്ട്രിങ് ആയിട്ടാണ് ഡിക്ലെയർ ചെയ്യുന്നത്, സ്ട്രിങ് പി. ദെൻ അഡ്രസ്സ് ഉണ്ട്, അഡ്രസ്സും സ്ട്രിങ് ടൈപ്പ് തന്നെയാണ്, എ ഡി എന്ന് കൊടുക്കാം, എ ഡി ഡി. ദെൻ ഡബിൾ സാലറി, ഡബിൾ SAL. ഇത് നിങ്ങൾക്ക് ഇവിടെ നെയിം ഇങ്ങനെ തന്നെ ഡയറക്റ്റ് ആയിട്ട് കൊടുക്കാം, നെയിം ഏജ് ഇതുപോലെ തന്നെ കൊടുക്കാം, പക്ഷേ ഇത് ലോക്കൽ വേരിയബിൾസ് ആണ്. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഈ വേരിയബിൾസിലോട്ടെല്ലാം ഇവിടെ വരുന്ന വാല്യൂസ് സെറ്റ് ചെയ്യണം. സോ ദീസ് ഡോട്ട് നെയിം ഈക്വൽ ടു, അപ്പോൾ ഇവിടെ ഈ നെയിം എന്നുള്ളത് അതിൻ്റെ കറസ്പോണ്ടിങ് ആട്രിബ്യൂട്ട് ആണ്, ദാറ്റ്സ് ഈക്വൽ ടു ഇവിടെ റിസീവ് ചെയ്യുന്ന n. ദെൻ ദീസ് ഡോട്ട് ഏജ് ഈക്വൽ ടു ഇവിടെ റിസീവ് ചെയ്യുന്ന എ എന്നുള്ള വാല്യൂ അല്ലെങ്കിൽ ഏജ് വാല്യൂ. ദെൻ ദീസ് ഡോട്ട് ഫോൺ ഈക്വൽ ടു ഇവിടെ റിസീവ് ചെയ്യുന്ന ഫോൺ നമ്പർ. ദെൻ ദീസ് ഡോട്ട് അഡ്രസ് ഈക്വൽ ടു ഇവിടെ റിസീവ് ചെയ്യുന്ന അഡ്രസ്സ്. ദെൻ ദീസ് ഡോട്ട് സാലറി ഈക്വൽ ടു SAL. ഇത്ര ആയി കഴിഞ്ഞാൽ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ കറസ്പോണ്ടിങ് ആട്രിബ്യൂട്ട് വാല്യൂസ് ഇവിടെ സെറ്റ് ആയിക്കോളൂ. ഇനി നമുക്ക് മാനേജർ ക്ലാസിൻ്റെ ആട്രിബ്യൂട്ട്സ് എന്തൊക്കെയാണ്? ഇതിന് സ്പെഷ്യലായിട്ട് മാനേജർ ഡിപ്പാർട്ട്മെൻറ്റ് വേണം. സോ സ്ട്രിങ് ഡിപ്പാർട്ട്മെൻറ്റ് പറഞ്ഞൊരു ആട്രിബ്യൂട്ട് ഇതിന് ക്വസ്റ്റിനകത്ത് പറഞ്ഞിട്ടുണ്ട്. നമുക്കിതിനകത്ത് ഡീറ്റെയിൽസ് പ്രിൻറ്റ് ചെയ്യാനും ക്വസ്റ്റിനകത്ത് പറഞ്ഞിട്ടുണ്ട്. സോ പബ്ലിക് വോയിഡ് പ്രിൻറ്റ് ഡീറ്റെയിൽസ് എന്നുള്ളൊരു ഫംഗ്ഷൻ കൊടുക്കാം, പ്രിൻറ്റ് ഡീറ്റെയിൽസ് ഒക്കെ പ്രിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിന് മുമ്പായിട്ട് നമുക്ക് ഈ മാനേജറിന് ഒരു കൺസ്ട്രക്ടറിനെ ക്രിയേറ്റ് ചെയ്യാം, പബ്ലിക് വോയിഡ് മാനേജർ, ക്ലാസിൻ്റെ അതേ പേരിലുള്ള കൺസ്ട്രക്ടർ. അപ്പോൾ ഈ കൺസ്ട്രക്ടർ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഈ മെത്തേഡാണ് ഇൻവോക്ക് ആവുക. അപ്പോൾ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിന് കറസ്പോണ്ടിങ് വാല്യൂസ് ഇവിടെ വന്നിട്ടുണ്ടായിരിക്കും. അതായത് നമുക്ക് തൽക്കാലം ഇത്രയും വേരിയബിൾസ് ഇങ്ങോട്ട് കോപ്പി ചെയ്യാം. അഡീഷണലി ഡിപ്പാർട്ട്മെൻറ്റ് വാല്യൂസും വന്നിട്ടുണ്ടായിരിക്കും. സോ സ്ട്രിങ് DEP, ഓക്കെ, സ്ട്രിങ് DEP. അപ്പോൾ മാനേജർ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഇത്രയും വാല്യൂസ് വെച്ചിട്ടാണ് ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ ഇത്രയും വാല്യൂസ്, അതായത് നെയിം മുതൽ സാലറി വരെ സെറ്റ് ചെയ്യുന്നത് എംപ്ലോയി ക്ലാസ്സിനകത്ത് സെറ്റ് ചെയ്തോളൂ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ഈ ഒരു ക്ലാസ്സിനെ കോൾ ചെയ്യണം, അല്ലെങ്കിൽ ഈ ഒരു കൺസ്ട്രക്ടറിനെ കോൾ ചെയ്യണം. അതിന് നമുക്ക് സൂപ്പർ എന്നുള്ള ഫംഗ്ഷനെ വിളിക്കാം, സൂപ്പർ ഓഫ്. അപ്പോൾ ഇവിടെ ഇത്രയും വാല്യൂസ് ഇവിടെ റിസീവ് ചെയ്യണം, അപ്പോൾ അത്രയും വേരിയബിൾസ് ഇവിടെ ഡിക്ലെയർ ചെയ്യണം. സോ n ഡിക്ലെയർ എല്ലാം വാല്യൂസ് പാസ് ചെയ്യണം, n, a, p, add, SAL. അതായത് ഇവിടെ റിസീവ് ചെയ്യുന്ന വാല്യൂസ് എല്ലാം നേരിട്ട് ഇങ്ങോട്ട് പാസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇവിടെ മാനേജർ എന്നുള്ള ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഈ ഒരു മെത്തേഡാണ് ഇൻവോക്ക് ആവുക. ആ മെത്തേഡ് ഇൻവോക്ക് ആകുമ്പോൾ ഫസ്റ്റ് എക്സിക്യൂട്ട് ചെയ്യുന്ന ലൈൻ ഇതാണ്. ആ ലൈൻ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ കൺട്രോൾ പിന്നെ ഇങ്ങോട്ട് പോയിട്ട് ഇത്രയും വാല്യൂസ് സെറ്റ് ആയിക്കോളും. ഇനി നമുക്ക് ഇവിടെ വേണ്ടത് ദീസ് ഡോട്ട് ഡിപ്പാർട്ട്മെൻറ്റ് നമ്മൾ സെറ്റ് ചെയ്തിട്ടില്ല. ഡിപ്പാർട്ട്മെൻറ്റ് ഈക്വൽ ടു എന്താണ്, ഇവിടെ റിസീവ് ചെയ്യുന്ന വാല്യൂ DEP. ഓക്കെ, ഈ പ്രിൻറ്റ് ഡീറ്റെയിൽസിന് വേണ്ടി നമുക്ക് ഡീറ്റെയിൽസ് ഒക്കെ പ്രിൻറ്റ് ചെയ്യാനുള്ള സ്റ്റേറ്റ്മെൻറ്റ് എഴുതി കൊടുക്കാം. സോ ഞാനൊരു കോപ്പി പേസ്റ്റ് ചെയ്യാണ്. system.out.println ഓഫ് നെയിം എന്താണെന്നുള്ളത് പ്രിൻറ്റ് ചെയ്യാം. അതുപോലെ ഏജ് പ്രിൻ്റ് ചെയ്യണം. ദെൻ ഫോൺ നമ്പർ പ്രിൻ്റ് ചെയ്യണം. ദെൻ അഡ്രസ്സ് പ്രിൻ്റ് ചെയ്യണം. അതുപോലെ സാലറി ഓൾറെഡി ഇവിടെ നമ്മൾ പ്രിൻ്റ് ചെയ്യുന്നുണ്ട്, അപ്പോൾ അതിവിടെ വേണ്ട. ഓക്കെ, ഇനി ഇതേപോലെ നമുക്ക് എന്ത് ചെയ്യണം, ഓഫീസർ ക്ലാസ്സിനുള്ള കാര്യങ്ങളും എഴുതി കൊടുക്കണം. അപ്പോൾ തൽക്കാലം നമുക്ക് ഇതുകൊണ്ട് കോപ്പി പേസ്റ്റ് ചെയ്യാം, അത്രയും കാര്യങ്ങളോട് കോപ്പി പേസ്റ്റ് ചെയ്യാം. ദെൻ കറസ്പോണ്ടിങ് വേരിയബിൾസ് ചേഞ്ച് ചെയ്താൽ മതി. സോ ഇവിടെ വേണ്ടത് ഓഫീസറിന് എന്താണ്, ഓഫീസറിന് സ്പെഷ്യലൈസേഷൻ ആണ്. സ്പെഷ്യലൈസേഷൻ എന്നുള്ള ആട്രിബ്യൂട്ടാണ് എക്സ്ട്രാ വേണ്ടത്, സ്പെഷ്യലൈസേഷൻ. അപ്പോൾ ഇവിടെ സ്ട്രിങ്
SPC എന്ന് കൊടുക്കാം, SPC. ബാക്കിയൊക്കെ അതുപോലെ തന്നെ. സോ ദിസ് ഡോട്ട് സ്പെഷ്യലൈസേഷൻ ഈക്വൽ ടു SPC. ഇതുപോലെ ബാക്കിയുള്ളതൊക്കെ പ്രിൻറ്റ് ചെയ്യാനുള്ളത് അതേപോലെ തന്നെ സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കാം, ഡീറ്റെയിൽസ് ഒക്കെ പ്രിൻറ്റ് ചെയ്യാനുള്ളത്. നമുക്കിവിടെ ഒരു കാര്യം ചെയ്യാം, ഇവിടെ ഡീറ്റെയിൽസ് പ്രിൻറ്റ് ചെയ്യുന്നിടത്ത് ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൂടിയും കൊടുക്കാം. ഡീറ്റെയിൽസ് ഓഫ് ഇവിടെ നമുക്ക് ഓഫീസർ ഡീറ്റെയിൽസ് എന്നുള്ളൊരു ഇത് കൊടുക്കാം, ഒരു ലൈൻ കൊടുക്കാം, ഓഫീസർ ഡീറ്റെയിൽസ്. അതുപോലെ തന്നെ നമുക്ക് മാനേജറിൻ്റെ ഡീറ്റെയിൽസ് പ്രിൻറ്റ് ചെയ്യുമ്പോൾ മാനേജർ ഡീറ്റെയിൽസ് എന്നാണ് ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇവിടെ മേലെ കൊടുക്കാം. ഇത് ജസ്റ്റ് ഒരു ഇൻഫർമേഷൻ യൂസറിന് ആ പ്രോഗ്രാം യൂസ് ചെയ്യുന്ന ആൾക്കൊന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്, അത്ര ഇമ്പോർട്ടൻസ് ഉള്ള കാര്യമല്ല. മാനേജർ ഡീറ്റെയിൽസ്. ഇനി നമുക്ക് മെയിൻ ക്ലാസ്സിനകത്ത് നമുക്ക് എന്ത് ചെയ്യണം, ഇതിൻ്റെ എല്ലാം ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്യണം. തൽക്കാലം നമുക്ക് ഫസ്റ്റ് മാനേജർ ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്യാം. ആദ്യം ക്ലാസ് നെയിം പറഞ്ഞു കൊടുക്കുക, ദെൻ ഒബ്ജക്റ്റിൻ്റെ പേര് ഈക്വൽ ടു ന്യൂ, അഗെയിൻ ക്ലാസ്സിൻ്റെ പേര്. അപ്പോൾ ഇവിടെ ഈ ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ മാനേജർ എന്നുള്ള കൺസ്ട്രക്ടറിനെയാണ് എക്സിക്യൂട്ട് ആവുന്നത്. അതായത് മാനേജർ എന്നുള്ള കൺസ്ട്രക്ട് ഇതാണ്. ഇതിനകത്ത് ഇത്രയും വാല്യൂസ് ആണ് ഇത് എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പോൾ അത്രയും ആർഗ്യുമെൻറ്റ്സ് നമ്മൾ ഇവിടുന്ന് പാസ് ചെയ്യണം. സോ ഫസ്റ്റ് ആർഗ്യുമെൻറ്റ് നെയിം ആണ്, സോ ഒരു നെയിം കൊടുക്കാം. സെക്കൻഡ് ആർഗ്യുമെൻറ്റ് ഒരു ഏജ് ആണ്. തേർഡ് ആർഗ്യുമെൻറ്റ് ഫോൺ നമ്പർ ആണ്. ഫോൺ നമ്പർ നമ്മൾ സ്ട്രിങ് ആയിട്ടാണ് കൊടുക്കുന്നത്. ഫോർ എക്സാമ്പിൾ 1 2 3 4 5 6 7 8 9 0. ഇനി നാലാമത്തെ ആർഗ്യുമെൻറ്റ് അഡ്രസ് ആണ്. ഓക്കെ, അഞ്ചാമത്തെ ആർഗ്യുമെൻറ്റ് സാലറി ആണ്. ആറാമത്തെ ആർഗ്യുമെൻറ്റ് അയാളെ മാനേജറിൻ്റെ കേസിൽ ഡിപ്പാർട്ട്മെൻറ്റ്. സോ ഡിപ്പാർട്ട്മെൻറ്റ് തൽക്കാലം നമുക്ക് CSE എന്ന് കൊടുക്കാം, CSE. ഇതേപോലെ തന്നെ നമുക്കൊരു ഓഫീസർ ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്യാം. ഓഫീസർ O ഈക്വൽ ടു ന്യൂ ഓഫീസർ ഓഫ്, ഒരു പേര് കൊടുക്കാം, സാം, ഏജ് 30, മൊബൈൽ നമ്പർ അഡ്രസ്സ് സാലറി. ദെൻ അയാളെ സ്പെഷ്യലൈസേഷൻ, ഓഫീസറിൻ്റെ സ്പെഷ്യലൈസേഷൻ തൽക്കാലം നമുക്ക് അക്കൗണ്ടിൽ നിന്ന് കൊടുക്കാം, അക്കൗണ്ടിങ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ മാനേജർ ഒബ്ജക്റ്റും ഓഫീസർ ഒബ്ജക്റ്റും ക്രിയേറ്റ് ചെയ്തു. ഇനി നമുക്ക് വേണ്ടത് ഈ ഒബ്ജക്റ്റ് യൂസ് ചെയ്തിട്ട് കറസ്പോണ്ടിങ് ഡീറ്റെയിൽസ് എല്ലാം പ്രിൻറ്റ് ചെയ്യണം. സോ എം ഡോട്ട് ഫസ്റ്റ് പ്രിൻറ്റ് ഡീറ്റെയിൽസ് കൊടുക്കാം, പ്രിൻറ്റ് ഈ ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്യാം. അതുപോലെ ഇവിടെ ഈ ഒരു ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്യാം. സോ എം ഡോട്ട് പ്രിൻറ്റ് ഡീറ്റെയിൽസ് ഓഫ്. ഇതേപോലെ എം ഡോട്ട് പ്രിൻറ്റ് സാലറി ഓഫ്, സാലറി പ്രിൻറ്റ് ചെയ്യാൻ. ഇനി നമുക്ക് ഇതേപോലെ ഓഫീസറിൻ്റെ ഡീറ്റെയിൽസും പ്രിൻറ്റ് ചെയ്യിക്കണം. തൽക്കാലം കൊണ്ട് കോപ്പി പേസ്റ്റ് ചെയ്യാം. O ഡോട്ട് പ്രിൻറ്റ് ഡീറ്റെയിൽസ് ഓഫ്, O ഡോട്ട് പ്രിൻറ്റ് സാലറി ഓഫ്. ഇത്രയായി കഴിഞ്ഞാൽ നമ്മളെ പ്രോഗ്രാമായി. നമുക്ക് ജസ്റ്റ് ഒന്ന് കമ്പൈൽ ചെയ്ത് നോക്കാം, എന്തെങ്കിലും വേറെ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, പിന്നെ ഇത് സേവ് ചെയ്യാൻ ഈ ക്ലാസ് നെയിമിൻ്റെ അതേ പേരിൽ വേണം ഫയൽ നെയിം സേവ് ചെയ്യാൻ. നമുക്ക് ഡെസ്ക്ടോപ്പിൽ സേവ് ചെയ്യാം. റൺ ചെയ്ത് നോക്കാം. ജാവ സി എംപ്ലോയി EG.java. 6 എറേഴ്സ് ഉണ്ട്. എന്തൊക്കെയാണ് എറേഴ്സ്? ക്ലാസ് മാനേജർ എക്സ്റ്റെൻസ് എംപ്ലോയി, കൺസ്ട്രക്ടർ എംപ്ലോയി ഇൻ ക്ലാസ് എംപ്ലോയി കനോട്ട് ബി അപ്ലൈഡ് ടു ഗിവൺ ടൈപ്പ്. 24th ലൈനിലാണ് എറർ ഉള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ ആ റിട്ടേൺ ടൈപ്പ് കൊടുക്കാൻ പാടില്ല, പബ്ലിക് മാനേജർ ഓഫ്. ഓക്കെ, ഇനി ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം. ജാവ സി എംപ്ലോയി EG.java. ഒരു എററും കൂടിയുണ്ട്, ഇൻവാലിഡ് മെത്തേഡ് ഡിക്ലറേഷൻ, റിട്ടേൺ ടൈപ്പ് റിക്വയർഡ്, പബ്ലിക് മാനേജർ ഓഫീസർ. ഓക്കെ, ഇവിടെ കൺസ്ട്രക്ടറിൻ്റെ പേര് ഓഫീസർ എന്നാണ്. ഇനി ഒന്നുകൂടി കമ്പൈൽ ചെയ്യാം. ഓക്കെ, സക്സസ്ഫുൾ കമ്പൈലേഷനാണ്. ഇത് ജസ്റ്റ് ഒന്ന് റൺ ചെയ്യാം. ജാവ എംപ്ലോയി EG.
എൻ്റർ അടിച്ച് കഴിഞ്ഞാൽ ഡീറ്റെയിൽസ് എല്ലാം പ്രിൻ്റ് ആയിട്ടുണ്ട്. ഫസ്റ്റ് മാനേജർ ഡീറ്റെയിൽസ് എന്നുള്ള മെസ്സേജ് പ്രിൻ്റ് ചെയ്തു. അതിനുശേഷം മാനേജറിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസും പ്രിൻ്റ് ചെയ്തു. അതുപോലെ ഓഫീസറിൻ്റെ ഡീറ്റെയിൽസ് ദെൻ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് പ്രിൻ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ അയാളുടെ സ്പെഷ്യലൈസേഷൻ ഡീറ്റെയിൽസ് പ്രിൻ്റ് ആയിട്ടില്ല. അത് വേണമെങ്കിൽ ജസ്റ്റ് പ്രിൻ്റ് കൊടുത്താൽ മതി. ഇതിനകത്ത് ആ പ്രിൻ്റ് ഡീറ്റെയിൽസ് കൊടുത്താൽ മതി. ഇവിടെ മാനേജറിൻ്റെ കേസിൽ ഡിപ്പാർട്ട്മെൻ്റ് ആണ്. ഡിപ്പാർട്ട്മെൻറ്റ്, സോ ഡിപ്പാർട്ട്മെൻറ്റ്. അതുപോലെ ഓഫീസറിൻ്റെ കേസിൽ സ്പെഷ്യലൈസേഷൻ ആണ്. ഓക്കെ, ഇനി ഒന്ന് കമ്പൈൽ ചെയ്ത് നോക്കാം. സ്ക്രീന് ഫസ്റ്റ് ക്ലിയർ ചെയ്യാം. അഗെയിൻ കമ്പൈൽ ചെയ്യാം. ദെൻ റൺ ചെയ്യാം. സോ മാനേജർ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞിട്ട് അരുൺ 25, ദെൻ മൊബൈൽ നമ്പർ, അഡ്രസ്സ്, ഡിപ്പാർട്ട്മെൻറ്റ്, ദെൻ സാലറി, അതുപോലെ ഓഫീസറിൻ്റെ ഡീറ്റെയിൽസും പ്രിൻ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് പ്രോഗ്രാം. അപ്പോൾ ഈ പ്രോഗ്രാം നിങ്ങൾക്ക് കമ്പൈൽ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ കറസ്പോണ്ടിങ് ഡോട്ട് ക്ലാസ് ഫയൽസ് എല്ലാം അവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ടാവും. അതായത് ഓഫീസർ ക്ലാസ് ഉണ്ട്, മാനേജർ ക്ലാസ് ഉണ്ട്, എംപ്ലോയി EG മെയിൻ ക്ലാസ് ഉണ്ട്, പിന്നെ എംപ്ലോയി ക്ലാസ് ഉണ്ട്. ഓക്കെ, ഇത് നമ്മളെ ജാവ പ്രോഗ്രാമാണ്. അപ്പോൾ ഇതാണ് ഇൻഹെറിറ്റൻസിൻ്റെ ഒരു എക്സാമ്പിൾ. തൽക്കാലം നമുക്ക് ഈ ഒരു വീഡിയോ ഇവിടെ സ്റ്റോപ്പ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.